ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബിസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ നൗഷാദ് ചെയ്യുന്ന ഒരു തട്ടിപ്പ്, ഒരു തിരിമറി, ഒരു അട്ടിമറി എ.പി. ഉസ്താദിന്റെ പേരിൽ നടത്തുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പച്ച കള്ളം പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചല്ലേ. എടോ, എൻ്റെ തലച്ചോറിന്റെ കേടാണ്. ഇജ്ജ് മനസ്സിലാക്കിയെടുത്തുള്ള കുഴപ്പാ. ഓൻ പറഞ്ഞെന്താ അറിയോ? എ.പി. ഉസ്താദ് ആദ്യം വൽ മുദബ്ബിറാത്തി അംറ എന്നുള്ള ആയത്ത് പറഞ്ഞുകൊടുത്ത് ലോകത്തിന്റെ നിയന്ത്രണം, ലോകത്തെ ഔലിയാക്കൾ നിയന്ത്രണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ അത് ഉസ്താദ് മാറ്റി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ക്ലിപ്പ് കൂടുണ്ട്. ഇപ്പം മിഞ്ഞാന്ന് 2-3 ദിവസം മുമ്പ് കാസർഗോഡ് നടത്തിയ ഉമറുൽ ഫാറൂഖ് തങ്ങളെ സ്ഥാപനത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കൂടുണ്ട്. എന്നിട്ട് ഇവൻ വമ്പൻ അട്ടിമറി നടത്തിയ ആളുകളെ കബളിപ്പിക്കുകയാണ്. എനക്കൊന്നും ഒരു നിലക്കും അത് തെളിയിക്കാൻ കഴിയില്ല മോനെ. അവിടെ പറഞ്ഞതും ശരിയാണ്, ഇവിടെ പറഞ്ഞതും ശരിയാണ്. ഇപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചരാ. പൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ കാര്യങ്ങളെ നിയന്ത്രിക്കുക. ആ കാര്യങ്ങൾ എന്തൊക്കെയാടോ? എല്ലാ കാര്യങ്ങളും. അത് ആദ്യം പറഞ്ഞ പ്രസംഗത്തിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഉസ്താദ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരാണല്ലോ ഔലിയാക്കളെ. ആ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം, ഇത് ദീനീ രംഗത്ത് ഓരോ പേരിൽ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ നടത്തുകയാണ്, ഓലെ നിയന്ത്രണമാണ് എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം മറ്റേതില്ലാന്നാ. ദീൻ നടത്താൻ, ദീനീ കാര്യങ്ങൾ അവർ നടത്തും എന്നതിനർത്ഥമുണ്ട്. ആ അർത്ഥം അവിടെ വെക്ക. കാരണം എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹു ഇവിടെ ഭൂമിയിൽ നടത്തുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചവരാണ് അള്ളാഹിന്റെ മഹാന്മാരായ ഔലിയാക്കളും അമ്പിയാക്കളും എന്നതിൽ നമുക്ക് തർക്കണ്ടോ? ഇല്ലല്ലോ. അപ്പം ദീനീ കാര്യങ്ങളും അതിൽ പെടും. അതാ ഞങ്ങൾ പറയാം. അതാ ഉസ്താദ് അവിടെ പറഞ്ഞേ. അതാർക്ക് മനസ്സിലായിട്ടില്ല. ഉസ്താദ് ആ കാരണം മാത്രമേ ഉള്ളൂ എന്ന് പറയണോ? പൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കൽ മാത്രമാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞോ? ഇല്ല. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണല്ലോ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കല്. അത് അള്ളാഹ് നടത്തുന്നതാണ്. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നമ്മളാണ് ഈ ദീനിനെ ഇറക്കിയത്, നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കും. ആ സംരക്ഷിക്കുന്ന ഔലിയാക്കളിലൂടെ ആകും. അതും ഈ ഫൽ മുദബ്ബിറാത്തി അംറന്റെ പരിധിയിൽ പെടുന്നത് തന്നെയാണ്. മോന്റെ പഠിച്ചോ. ഉസ്താദ് ഒരിക്കലും ആ കാരണം മാത്രമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ കഴിയോ? പച്ച കള്ളം പറയാടൂ. ഞാൻ ഓൻ്റെ ക്ലിപ്പ് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. ആർക്കും മനസ്സിലാവും. തനീച്ച പച്ച കള്ളം പറയാം. എ.പി. ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ മാത്രം ജു അറിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിക്കോ. എ.പി. ഉസ്താദ് എന്താ പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് അത് ഉസ്താദ് പറഞ്ഞാൽ ഈ പെടൂലെന്ന് ജു പറയോ? അള്ളാഹിന്റെ കാര്യങ്ങൾ, അള്ളാഹു തആല ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കും. അള്ളാഹിന്റെ കാര്യമാണോ അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കല്. അത് അള്ളാഹ് ഏറ്റെടുത്ത സംഗതിയാ. ആ ആയത്തിന് ഖുർആനിന് മാത്രമല്ല തഫ്സീറുണ്ട്, ദീനിനും തഫ്സീറുണ്ട്. മനസ്സിലായി പഠിച്ചോ. 2 തഫ്സീർ അതിനുണ്ട്. ഇത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഈ ഖുർആൻ ഇറക്കിയത് എന്നതിന് തഫ്സീറുണ്ട്. നമ്മളാണ് ഈ ദീനിനെ ഇറക്കിയത്, നമ്മളതിനെ സംരക്ഷിക്കുന്നുണ്ട്. ആ ദീനിനെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ഇത്. ദീനിന്റെ പേരിൽ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കി അതിവിടെ നിലനിർത്തിക്കൊണ്ടുപോകലേ. അത് ഔലിയാക്കൾ മുഖേന അല്ലാഹു തആല ചെയ്യണ്ടേ. അത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ആ കാര്യത്തിനാണ് ഉസ്താദ് അവിടെ ആയത്ത് ഓതുന്നുണ്ട്. എന്നിട്ട് അത് എടുത്തുകാണ്ട് ഇവൻ എന്താ പറഞ്ഞറിയോ? ഇവൻ പറഞ്ഞ് അപ്പൊ ആദ്യം പറഞ്ഞ അർത്ഥക്കപ്പം മാറ്റി, തൗഹീദ് മാറി. അത് തെളിയിക്കാൻ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ടോ, ഞാൻ കാണിച്ചു തരാം ഓരോന്ന്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു 4 പ്രഭാഷണങ്ങളിലെ ഒരു ശകലം കാണിക്കുകയാണ്. പഴയ വാദും പുതിയ വാദും പറയുമ്പോൾ നമ്മൾ രണ്ടും കേൾക്കണമല്ലോ. എന്നിട്ട് നമുക്കതിനെ താരതമ്യം ചെയ്യണം. പ്രസംഗിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. മൂപ്പര് പറയുന്ന അന്നത്തെ ഒരു പ്രസംഗം ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതിയിട്ട് അദ്ദേഹം പറയുന്ന പഴയ പ്രസംഗം ഒന്ന് കേൾക്കുക. ഇപ്പം മൂപ്പരന്നെ അവിടുന്ന് ഗീർ മാറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നീട് കാണിക്കും. മൂപ്പര പ്രസംഗം പുതിയത് വരുന്നുണ്ട്. അതിനു മുമ്പ് അന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയട്ടെ. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബിസി എം വലിയില്ല, സി എം വലിയുള്ള എന്ന പേരിലാണ് മഷ്ഹൂർ. അവര്
ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്, പഴയ പ്രസംഗ അത്രയും വലിയ മഹാനാണ് പറഞ്ഞു കൊടുക്കും. അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ. കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഓ പറഞ്ഞോളൂ. ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിർത്ത്. അത് നിങ്ങൾ പോയിന്റ് മനസ്സിലുറപ്പിച്ചു വെക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. അള്ളാഹു ഇത് എ പി ഉസ്താദിന്റെ 4000 കാണിച്ചാലും അൻകുസ്താദോട് ഗീറ് മാറ്റിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല. ഞങ്ങൾ പഠിപ്പിച്ചിടോ ഉസ്താദ് ആ പറഞ്ഞതും ഈ പറഞ്ഞതും അത് എൻ്റെ തലച്ചോറിൻ്റെ കേടാ, മനസ്സിലായോ? അതുകൊണ്ട് നന്നാക്ക് ഇവിടുന്നെങ്കിലും. കുരുത്തക്കെടിൻ്റെ അങ്ങേ അറ്റാണ് ചെയ്, മനസ്സിലായോ? ഇഞ്ചി കേൾപ്പിക്ക്. ഈ പറഞ്ഞിട്ട് എന്താ ഉള്ളത്? എ പി ഉസ്താദ് പറഞ്ഞില്ലേ ഫൽ മുദബ്ബിറാത്തി അംറ, നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൽ അള്ളാഹിൻ്റെ ഔലിയാക്കൾ പെട്ടിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അള്ളാഹു തആല ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും അള്ളാഹു അവൻ്റെ ഔലിയാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതിൽ പെട്ട ഒരു കാര്യമാണ് അള്ളാഹിൻ്റെ ദീൻ ഇവിടെ നടത്തൽ. പഠിച്ചോ? അതിനെ ഞാൻ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് അള്ളാഹ് ഏറ്റെടുത്ത സംഗതിയാണ്. അപ്പോൾ അള്ളാഹു എന്നെ സംരക്ഷിക്കും, അത് അള്ളാഹു തആല അവിടെ നടത്തും എന്നാണ് എ പി ഉസ്താദ് ഈ ആയത്ത് ഓതിയിട്ട് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞതോ അതിൻ്റെ വ്യാപകമായ അർത്ഥവും. ഈ വ്യാപകമായ അർത്ഥത്തിൽ നിന്നുള്ള ഒരു അർത്ഥമാണ് ഉസ്താദ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ സ്ഥാപനത്തിൽ വെച്ച് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊന്നും ഇല്ല എന്നല്ല മോയൻ്റെ, ഈ പറഞ്ഞതുണ്ട്. ഇത് വ്യാപകമായിട്ട് പറഞ്ഞതാണ്. അതിൽപ്പെട്ട ഒരു കാരണം ഇന്നിവിടെ ദീനീ രംഗത്ത് ഒരുപാട് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്, അതിൽ അവരെ ഇടപെടലുകളുണ്ട്. അതിന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞതിൽ പെട്ട ഒരു കാര്യമാണിത്, ദീൻ പ്രചരിപ്പിക്കല്. അത് സി എം വലിയുള്ളാഹി എ പി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ദീനി കാര്യങ്ങൾ നടത്തണം, പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഹയാത്ത് കാലത്ത് സി എം വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് സി എം വലിയുള്ളാഹി മുഖേന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എ പി ഉസ്താദ് പറഞ്ഞത്. മനസ്സിലാക്കിക്കോ, പഠിച്ചോ. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത് ഇല്ല എന്നല്ല, ഇതിൻ്റെ അർത്ഥം മാറ്റലുമല്ല. ഇതുമുണ്ട് അതുമുണ്ട്, ഇതിൽപ്പെട്ടത് തന്നെയാണ് മോൻ്റെ അതും. അതെൻ്റെ തലച്ചോറിൻ്റെ കേടാണ്. അടുത്ത ക്ലിപ്പ് ഒന്നുകൂടി ഇപ്പം പറയട്ടെ. എ പി ഉസ്താദ് എന്താ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചരാ. ഞങ്ങളെ ഉസ്താദ്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് സാധാരണക്കാരായ ഞങ്ങൾക്ക് വരെ തിരിയുണ്ട്. അവർ ഉസ്താദ്മാർ പരിശോധിക്കുകയാണെങ്കിലോ എൻ്റെ കാപ്പട്ടിയും എൻ്റെ കള്ളത്തരും ആർക്കും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയില്ലേ. അടുത്ത ക്ലിപ്പ് കണ്ടോളി. വലിയ വലിയ ക്ലിപ്പ് ആയിക്കാരം, അതാണ് നേരം വെക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായി കേൾപ്പിക്കണമല്ലോ. വിഷയം മോൻ പറഞ്ഞു നമ്മൾ പറഞ്ഞൊക്കെ പൂർണ്ണമായി കേൾപ്പിക്കൊണ്ടാണ് 2 മിനിറ്റ് 3 മിനിറ്റുള്ള ക്ലിപ്പുകൾ വരുന്നത്. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ
അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിർത്ത്. അത് നിങ്ങൾ പോയിന്റ് മനസ്സിലുറപ്പിച്ചു വെക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. തുടരട്ടെ. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ബദരീങ്ങളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. അതന്നെ പോയിന്റ്. അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹിന്റെ ദീന് മോയന്റെ. അപ്പൊ ആ ദീന് ഇവിടെ അള്ളാഹു നടത്തുമ്പം അള്ളാഹിന്റെ മഹാന്മാരിലൂടെ അത് നടത്തും. അപ്പൊ എങ്ങനെ നടത്തല്? ദീനി സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ഒക്കെ ഇവിടെ വ്യാപകമായിട്ടുണ്ടാകും. അതിൽ മഹാന്മാരെ ഇടപെടലുകളുണ്ടാകും. എത്ര ക്ലിയർ വിഷയം പഠിച്ചോ? അതിൽപ്പെട്ട ഒരു കാരണമാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത്, കാസർഗോഡ് വെച്ച് പറഞ്ഞത്. എൻ്റെ തലച്ചോറിന്റെ കേടാ. പി ഉസ്താദ് തൗഹീദ് മാറ്റിയതല്ല. പി ഉസ്താദ് മാറ്റി തെളിയിക്കാൻ അജ്ജിന്നല്ല. അതിനെ പോലത്തെ 1000 വന്നാ കഴിയടാ തന്നെ. എന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞിട്ടാ സ്ഥാപിക്കണ്ട്. ഞാൻ കാണിച്ചുതരാ. ഇനിയിപ്പം മറ്റേ ക്ലിപ്പിടുന്നുണ്ട് വിളി. അന്നൊക്കെ നേരിടാൻ സാധാരണക്കാരനെ മതി. മനസ്സിലായോ? ഇതൊന്നും ഒരു ചുക്കും അല്ലടോ, ഒരു മണ്ണാങ്കട്ടിയല്ല ജെ. എനക്ക് എൻ്റെ ആൾക്കാർ വലിയ അശ്വൻ ഉസ്താദ് ആനയാണ്, തൂട്ടിയാണ്, തേങ്ങാക്കോലെ കുഞ്ഞേമാരനായി, ഒരു മണ്ണാങ്കട്ടിയല്ല. ഇവ അടുത്ത് പറഞ്ഞോളൂ. ഇപ്പൊ പോകാൻ പറഞ്ഞ പോയിന്റ് ഉണ്ടില്ലേ? അള്ളാഹുവിന്റെ കാര്യങ്ങൾ അള്ളാഹു താല അവിടെ നടത്തുമ്പം അത് അള്ളാഹു താല ചിലരെ ഏൽപ്പിക്കും. അതിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ദീനീ കാര്യം. അത് അള്ളാഹിന്റെ ദീൻ നടത്താനുള്ള ഏറ്റെടുത്താണ്. അത് അള്ളാഹ് നടത്തുമ്പം മഹാന്മാരിലൂടെ ആകും. മഹാന്മാർ നടത്തുമ്പം അതിനുള്ള ആവശ്യമായ സംഗതികൾ മഹാന്മാർ മുഖേന വരെ ചെയ്യും. അതാണോ പറഞ്ഞത് ചങ്ങായിയായി. അല്ലാതെ ഈ അർത്ഥം മാത്രമേ ഉള്ളൂ, മറ്റേ അർത്ഥമില്ല. ആ ക്ലിപ്പ് നമുക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് ഇവന് ഉസ്താദിന്റെ ആ ക്ലിപ്പ് ഇടുണ്ട് ഇവിടെ കാസർഗോഡത്തെ. ഉസ്താദ് എന്താ പറഞ്ഞതിൽ അതിന്റെ അപ്പുറപ്പുറമൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതിനെതിരെ ഉസ്താദ് അവിടെ പറയണ്ടോ നോക്കി. ഞാൻ ഈ പറഞ്ഞ സംഗതി അല്ലാതെ ഉസ്താദ് അവിടെ പറയണ്ടോ? ഇവൻ കൂട്ടിമാട്ടല്ലേ? ആർക്കും മനസ്സിലാവും കൂട്ടിമാട്ടുകയെന്നല്ലേ. കണ്ടോളി ഇവന്റെ ആ ക്ലിപ്പ് കണ്ടോളി. അല്ലാഹു തആല എന്തെല്ലാം നിയന്ത്രണങ്ങൾ നടത്തുന്നുണ്ടോ അതിലൊക്കെ നിയന്ത്രണമുള്ളവർ. അതൊന്നും ഇനി മറക്കാൻ പറ്റൂല. ഹൃദയത്തെ നിയന്ത്രിക്കുന്നവർ, മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നവർ ഈ പറഞ്ഞയിടത്തുനിന്ന് എന്തുകൊണ്ട് മാറി? അദ്ദേഹം പറയട്ടെ. പുതിയ പ്രസംഗം ഒന്ന് കേട്ടോ. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് സിഎം വലിയുള്ളാഹി ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി അൽ മസ്ഊർ സിഎം വലിയുള്ള മഹാനവറുകളുടെ പേരിൽ എത്ര നൂറുകണക്കായ മദ്രസകളും ദർസുകളും ഖുർആൻ പഠന കേന്ദ്രങ്ങളും തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊല്ലവും അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഫൽ മുദബ്ബിറാത്തി അംറൻ, ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ മഹത്തുക്കളുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ അർവാഹുകളും അവരുമാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആ മഹത്തുക്കളുടെ പേരിൽ ഓരോ വർഷവും നൂറുകണക്കായ മദ്രസകളും ദർസുകളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാന്മാരുടെ കാരണത്താൽ
ദർസും മദ്രസയും ദീനിയായ ഇൽമിൻ്റെ കേന്ദ്രങ്ങളുണ്ടാകുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നെ അങ്ങനെ പോവാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ സ്ഥാപനത്തിൽ നിന്നാ പറയുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ സ്ഥാപനങ്ങളുണ്ടായി. ഉള്ളാളത്ത് മദനി തങ്ങളെ പേരിൽ സ്ഥാപനങ്ങളുണ്ടായി. ആ മഹാന്മാരുടെ കാരണത്താൽ ഇങ്ങനെയുള്ള ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞ ഫൽ മുദബ്ബിറാത്തി അംറ, അവർ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതൊന്നുകൂടി വ്യക്തതയിൽ പറയാണ്. നോക്കൂ നിങ്ങൾ, എവിടെ എത്തി കാര്യം? എന്തായിരുന്നു ഫൽ മുദബ്ബിറാത്തി അംറക്ക് നേരത്തെ വിശദീകരിച്ചിരുന്നത്? അള്ളാഹു നിയന്ത്രിക്കുന്ന എല്ലാ വസ്തുക്കളും, അതിലൊക്കെ നിയന്ത്രണമുള്ളവർ, ഹൃദയത്തെ വരെ നിയന്ത്രിക്കുന്നവർ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവർ, മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നവർ. ഇപ്പൊ പറയുന്നു ഒരു വഫാത്തായി പോയതിന് ശേഷം ഓല കാരണത്താൽ പല സ്ഥാപനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നു. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ഉറപ്പായില്ലേ? ആ പറഞ്ഞിടത്തുനിന്ന് മാറിയിട്ടില്ല. അള്ളാഹു ഇവിടെ ചെയ്യണ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഓല് ചെയ്യും. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അള്ളാഹു താല ഭൂമിയിൽ നടത്തുന്ന കാര്യങ്ങൾ, അള്ളാഹ് ഏൽപ്പിച്ച വിഷയങ്ങൾ എല്ലാം ഓല് ചെയ്യും. അത് മാറിയെന്ന് ഇതിനർത്ഥമില്ല. അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ ഇതും ശരിയാണ് അതും ശരിയാണ്. ഇവിടെ ദീനി രംഗത്തുള്ള കാര്യം പറയുമ്പം ഇത്രയും സ്ഥാപനവും കാര്യങ്ങളൊക്കെ ഇവിടെ വളർന്നു വരാൻ കാരണം മഹാന്മാർ ഇടപെടലുകളുണ്ട്. അതിന് മഹാന്മാർക്ക് കഴിയും. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. അള്ളാഹാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യണ്ടേ. അള്ളാഹിന്റെ ദീൻ അള്ളാഹ് നിലനിർത്തും. അള്ളാഹാണ് അത് അള്ളാഹ് പറഞ്ഞാണല്ലോ. ആ അള്ളാഹുത്തല നിലനിർത്തൽ മഹാന്മാരിലൂടെ ആകും, മഹാന്മാരുടെ ഇടപെടലിലൂടെ ആകും, മഹാന്മാർ മുഖേന ആകും. എത്തായിൽ തർക്കം? അതിനർത്ഥം ഇതുള്ളതുകൊണ്ട് മറ്റേ ഇല്ലാന്ന് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഹജ്ജ് മനസ്സിലാക്കിയോടത്തുള്ള പേവാണ്. ഇപ്പം ചോദിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവിടുന്ന് മാറി? ആദ്യം പറഞ്ഞിടത്തുനിന്ന് മാറിയിട്ടില്ല. ഈ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞോ? ഇതേ ഫൽ മുദബ്ബിറാത്തി അംറക്ക് അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി എന്ന് എനിക്ക് പറയാം. എനിക്ക് തെളിയിക്കാനും കഴിയില്ല. എവിടെയോ പറഞ്ഞേ ഈ അർത്ഥം മാത്രമേ ഉള്ളൂ. ആദ്യം പറഞ്ഞ വ്യാപകമായ അർത്ഥം, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അള്ളാഹു തആല ഈ ഭൂമിലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു അവൻ്റെ ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണ് ഉസ്താദ് ഇവിടെ പറയണ്ടത്. ആ കാര്യം പറഞ്ഞിടത്താണ് ഉസ്താദ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് ഓതുന്നുണ്ട്. ഈ ആയത്തിൻ്റെ പരിധിയിൽ ഈ കാര്യങ്ങൾ പെടൂല എന്ന് വാദമുണ്ടെങ്കിൽ പറയും. അള്ളാഹിൻ്റെ ദീന് അള്ളാഹു തആല ഏറ്റെടുത്ത സംഗതിയാണ്. അതിൽപ്പെട്ടൊരു കാര്യം അള്ളാഹിൻ്റെ ദീന് നടത്തല്. ആ ദീന് അള്ളാഹ് ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദീനിനെ ഇറക്കിയത് നമ്മളാണ്, നമ്മളത് സംരക്ഷിക്കും. അപ്പോൾ അള്ളാഹു തആല ആ ദീനി കാര്യം ഇവിടെ നടപ്പാക്കുന്നത് മഹാന്മാരിലൂടെയാണ്. അതിൻ്റെ ഇത് പറഞ്ഞിടത്താണ് ഉസ്താദ് പറഞ്ഞത്. മഹാന്മാരിലൂടെ നടത്തുമ്പം ആ മഹാന്മാരുടെ ഇടപെടലുകൾ ദീനി സ്ഥാപന രംഗത്തുണ്ട്. അത് സി എം വലില്ലാഹി ഹയാത്ത് കാലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അത് സി എം വലില്ലാഹി മുഖേന ഇന്നും നടക്കുന്നുണ്ട് എന്നാണോ ചങ്ങായിയെ ഉസ്താദാ പറഞ്ഞത്. ഈ പറഞ്ഞതുകൊണ്ട് അതിനെതിരല്ല, അതിൽപ്പെട്ട കാര്യമാണിത്. ആ വ്യാപകമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മഹാന്മാർ മനസ്സ് നന്നാക്കുന്ന സ്ഥലത്ത് വരുമ്പോഴും മഹാന്മാരുടെ ഇടപെടലുകളുണ്ട്. അതാണ് മുറബ്ബിയ ഷെയ്ഖ്. അതിലും പെടും ഫൽ മുദബ്ബിറാത്തി അംറ. ഈ മലക്കുകളെ നിയന്ത്രിക്കുന്നിടത്ത് എന്ന് പറഞ്ഞിടത്ത് മഹാന്മാരുടെ ഇടപെടലുകളുണ്ട്. അവിടെയും വരും ഫൽ മുദബ്ബിറാത്തി അംറ. അതൊക്കെ അള്ളാഹ് പഠിപ്പിച്ച ആയത്തിന്റെ വ്യാപ്തിയിൽ പെടും. മോയന്റെ ഇനി മേലാൽ മിണ്ടി പോകരുത്. അങ്ങനെ മോയന്തെന്ന് വിളിക്കേണ്ടി വന്നൊരു സങ്കടമുണ്ട്. പക്ഷെ വിളിക്കാതിരിക്കാൻ വയ്യ. ഇത്രത്തോളം അപ്പതിച്ച് പോയി തലച്ചോറില്ലാത്തവനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിളിക്കേണ്ടി വന്നത്. മനസ്സിലായോ? മോയന്തനല്ലേ ജി? ഇത് കേട്ട ആർക്കും മനസ്സിലാവില്ലേ? ഉസ്താദ് ഈ പറഞ്ഞ എതിരാണോ? ഈ ഉസ്താദിന് 4 ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരു ക്ലിപ്പേ കാണിച്ചിട്ടുള്ളൂ. 4 ക്ലിപ്പ് ഇട്ടുണ്ട്. ആ 4 ക്ലിപ്പിൽ പറഞ്ഞതും ഇതും തമ്മിൽ വൈരുദ്ധ്യമില്ല. ആ 4ഉം പറഞ്ഞത് വ്യാപകമായിട്ടാണ്. ആ വ്യാപകമായ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് അവിടെ ഈ ആയത്ത് ഓതിയത് കൊണ്ട് മറ്റേതിനെതിരാകൂല. അതില്ല എന്ന് പറയലുമല്ല. പഠിച്ചു വെച്ചോ. ഇനി എ പി ഉസ്താദ് എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ അതിൻ്റെ അപ്പുറം വളരെ വിശദമായിട്ട് ഉസ്താദിന്റെ ക്ലിപ്പ് കണ്ടുപോയി. ഇവരുടെ അപ്പുറം ഇവരുടെ ശേഷമുള്ളൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും. പാച്ച കള്ളം പറഞ്ഞ് നടക്കേ. ആരോടോ എന്നെ ഇതിനൊക്കെ ഏൽപ്പിച്ച് ഇമ്മാരി തോന്നിയ ദിവസം പറയാനേ ഒരു ഉളുപ്പില്ല എനിക്ക്. ഇജ്ജ് വിചാരിച്ച എൻ്റെ പ്രസംഗം കഴിഞ്ഞ പിറ്റേന്ന് ക്യാമത്ത് നാളാവും. എനിക്ക് ആരും മറുപടി വരുന്നില്ല. അപ്പം എനിക്ക് എന്ത് തോന്നിയ ദിവസം പറയാമെന്നില്ല ഇതില്ലേ?
മറുപടി പറയാത്ത കാരണം എന്താ? ഇമ്മാര് ജഹാലത്തല്ലേ, വഅരിൽ അനിൽ ജാഹിലീൻ എന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതുകൊണ്ട് ഉസ്താദ്മാര് അത് വെയിലാക്കുന്നുണ്ട്. ജാഹിലീങ്ങളത്തോട്ട് തിരിഞ്ഞു കളയാ. ജാഹിലായാലും പേർക്ക് അബൂജാഹിലിനെക്കാട്ടി അപ്പുറത്താ ജില്ല. മനസ്സിലായോ? പിന്നെ എങ്ങനെ എന്നെ മെയിൻ ചെയ്യല്? അപ്പോ അവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഓരോ മഹാന്മാരും അവർ വഫാത്തായതിൻ്റെ ശേഷവും അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് CM വലിയുള്ളാഹി ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി അൽ മസ്ഹൂർ CM വലിയുള്ള മഹാനവറുകളുടെ പേരിൽ എത്ര നൂറുകണക്കായ മദ്രസകളും ദർസുകളും ഖുർആൻ പഠന കേന്ദ്രങ്ങളും തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊല്ലവും അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഫൽ മുദബ്ബിറാത്തി അംറൻ, ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ മഹത്തുക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ അർവാഹുകളും അവരുമാണ് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആ മഹത്തുക്കളുടെ പേരിൽ ഓരോ വർഷവും നൂറുകണക്കായ മദ്രസകളും ദർസുകളും സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാന്മാരുടെ കാരണത്താൽ ദർസും മദ്രസയും ദീനിയായ ഇൽമിൻ്റെ കേന്ദ്രങ്ങളുണ്ടാകുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അങ്ങകലെ കോഴിക്കോട് ജില്ലയുടെ അറ്റത്താണ് അവരുടെ വീട്. മലപ്പുറം ജില്ലൻ്റെ തൊട്ടടുത്താണ്. എന്നാൽ അവരെ അല്ലാഹു തആല ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. ഇന്നും മരണത്തിന് ശേഷവും ആ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാഹു തആല അവൻ്റെ ഔലിയാക്കളെ കൊണ്ട്, അഹ്ലു ബൈത്തിനെ കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്താനും വളർത്താനും സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കേട്ടില്ലേ? അതിന്റെ അവസാനം പറഞ്ഞ ഉസ്താദ് പറഞ്ഞ പോയിന്റ് ഉണ്ടില്ലേ? അല്ലാഹു തആല അള്ളാഹിന്റെ ദീൻ ഇവരെ പ്രചരിപ്പിക്കുന്നതിന്റെ അടയാളമാണ് ഔലിയാക്കളെ കൊണ്ടും സയ്യിദന്മാരെ കൊണ്ടും അള്ളാഹു നടപ്പിലാക്കുന്നത്. അപ്പം അള്ളാഹിന്റെ ദീന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹിന്റെ ദീൻ ഇവിടെ നടപ്പിലാക്കൽ അള്ളാഹു തആല ഏറ്റ സംഗതിയാണ്. അത് അള്ളാഹുവിന്റെ മഹാന്മാരുടെ അള്ളാഹു നടപ്പാക്കും. അതിനാണ് ഉസ്താദ് തെളിവോതിയത് ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ. അള്ളാഹിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹിന്റെ ദീന്. അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കൽ അത് അള്ളാഹ് ഏറ്റതാ. അത് അള്ളാഹു തആല അവന്റെ മഹാന്മാരായ ഔലിയാക്കൾ, സയ്യിദന്മാർ, സ്വാലിഹീങ്ങൾ മുഖേന അള്ളാഹ് അവിടെ നടപ്പാക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇത്രയും ദീനി സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ അവരെ ഇടപെടലുകളുണ്ട്, അവരെ സഹായമുണ്ട്, അവരെ മദതുണ്ട്, അവരെ നിയന്ത്രണമുണ്ട്. അവിടെയാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് ഊതുണ്ട്. മനസ്സിലായോ? അതെ, മറ്റേ അർത്ഥം ഇല്ലാന്നോ? മുറബിയ ഷെയ്ഖിന്റെ വിഷയത്തിൽ അവിടെ ഇടപെടലുകൾ ഇല്ലാന്നോ? അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നില്ലാന്നോ? മലക്കള വിഷയത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നില്ലാന്നോ? മുമ്പ് പറഞ്ഞതിന് എതിരായിട്ടാണ് ഇതെന്നോ ഉസ്താദ് അവിടെ പറയണ്ടോ? പറഞ്ഞില്ല. വളരെ വ്യക്തമായിട്ടാണ് ഈ ദീനി രംഗത്ത് മഹാന്മാരായ ഇടപെടലുകളും സഹായങ്ങളും മദതുകളും അവരുടെ നിയന്ത്രണങ്ങളും ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അത് CM വലിയുള്ളാഹി ഹയാത്ത് കാലത്തും പറഞ്ഞിട്ടുണ്ട്, വഫാത്തിന് ശേഷവും അവിടുന്ന് നിയന്ത്രിക്കുന്നുണ്ട് എന്നതിലേക്കാണ് ഉസ്താദ് ആയത്ത് ഓതിയത്. എത്ര ക്ലിയറാ വിഷയം! ഈ ക്ലിപ്പിനാണ് ഇവൻ കട്ടുമുറിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ച് തനിച്ച വ്യഭിചാരം നടത്തിയിട്ട് എപ്പിസ്താദ് തൗഹീദ് എന്ന് മാറി എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ഉളുപ്പുണ്ടോ മോയന്റെ? മനസ്സിലായോ? അപ്പൊ ആർക്ക കാര്യങ്ങൾ കേട്ടോക്കി, ഫുള്ളായിട്ട് കേക്കി.
എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ പറയും ഞാൻ പറഞ്ഞതാണോ ശരി, അല്ലാതെ ഈ മൊയന്ത് നൗഷാദ് പറഞ്ഞതാണോ ശരി, നിങ്ങൾ ആലോചിച്ച് നോക്കി. മോനെ മൊയന്ത് നിൽക്കുന്ന ആർക്കും വിഷമം വേണ്ട കേട്ടോ. കാരണം അതിന് തെളിവും കാര്യമൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പലപ്പോഴും ക്ലിപ്പിട്ടതാണ്. കുഞ്ഞാമത് നമ്മളെ ആലിമീങ്ങളെ മൊത്തം മൊയന്തെന്ന് വിളിക്കുന്ന ആളാണ്. ഇവരെല്ലാവരും വിളിക്കലുണ്ട് മൊയന്തെ ഹൈവാൻ എന്നൊക്കെ. അബൂജാഹിൽ നിന്നും ഇവർ പറയാൻ ബാക്കി ഒന്നുമില്ല നമ്മളെ ഉസ്താദ്മാരെ പറ്റി. അപ്പം മറുപടി പറയുമ്പോൾ കുറച്ചൊക്കെ തൂക്കൊക്കെ ഉണ്ടേ, ഇങ്ങോട്ട് പറഞ്ഞ മാതിരി അങ്ങോട്ട് കൊടുക്കണ്ടേ, അല്ലാതെ ശരിയാവില്ല. ഇവർക്ക് എന്തും നമ്മളെ ഉസ്താദ്മാരെ വിളിക്കാമെന്നും നമ്മളിങ്ങനെ കവറിലും പോലും മുൻകൈ നിൽക്കും, ആ പരിപാടി നടക്കൂല. അതിനാണ് ഞാൻ ഇടയ്ക്ക് പുട്ടി തേങ്ങട്ടമാതിരി മൊയന്തേ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഓല് പഠിപ്പിച്ചതാണ്, ഓല് നമ്മളെ പഠിപ്പിച്ചതാണ്. അതിന് തെളിവും കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് ബന്ധപ്പെട്ടോളി, ആർക്കാ വണ്ടി ചാൻ തരും. അല്ലാതെ നമ്മളെ വകയിലല്ല. നമ്മൾ ആദ്യം ഇത് പറയില്ല. ഇനി എന്തും പോലെ തുള്ളി തോന്നിയതൊക്കെ ഉസ്താദ്മാരെ വിളിക്കുമ്പം അതേമാതിരി നമുക്കും വിളിച്ചാലോ, നമുക്ക് നാവിനും ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. അതുപോലെ നിർത്തുമ്പോൾ നമ്മൾ നിർത്തും. ഇപ്പം നിങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായില്ലേ? കേട്ടു നോക്കി. ഓൻ പറഞ്ഞതും കേൾക്കി, എ പി ഉസ്താദ് പറഞ്ഞതും കേൾക്കി, എന്താണ് പറഞ്ഞതെന്ന് കേൾക്കി. അത് കൂട്ടി മാട്ടിയതും പച്ചക്കള്ളം പറഞ്ഞതും തൗഹീദ് എ പി ഉസ്താദിന് മാറിയിക്കണോ എന്നൊക്കെ നിങ്ങൾ കേട്ടു നോക്കി. ആർക്കും കേൾക്കാലോ, എല്ലാവർക്കും ബുദ്ധി ഉണ്ടല്ലോ. അവൻ്റെ മാതിരി ബുദ്ധി ഇല്ലാത്തവരല്ലല്ലോ ഈ ഗ്രൂപ്പിലുള്ളേ. മഹാന്മാരെ വന്നതുകൊണ്ട് ധാരാളം സ്ഥാപനങ്ങള്, ധാരാളം പ്രവർത്തനങ്ങള് ഈ കേരളത്തിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിയംബലിയുടെ പേര് നമ്മുടെ മർക്കസ് എന്നെയും ആ പേരിൽ ആ മഹാനുഭാവന്റെ മതത്തിൽ ബർക്കത്തിൽ പടുത്തുയർത്തപ്പെട്ടതാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത്രയും വലിയൊരു സ്ഥാപനം ലോകത്ത് കാണുമോ എന്നത് സംശയമാണ്. മഹാന്മാരെ ബർക്കത്ത രാവിലെ 6 മണിയാകുമ്പോ 800 ചില്ലാനും വലിയ പണ്ഡിതന്മാരെ ഇരുത്തിക്കൊണ്ട് സ്വഹീഹുൽ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്. അത്രയും വലിയൊരു സ്ഥാപനം ലോകത്ത് കാണാൻ പ്രയാസ. 800 ചില്ലാനും വിദ്യാർത്ഥികൾക്ക് വലിയ പണ്ഡിതന്മാർക്ക് ദർസ് നടത്തുന്ന ഒരു സ്ഥാപനം. നിങ്ങൾ ചിന്തിച്ചോക്ക്, നമ്മളൊക്കെ ദർസ് നടത്താറുണ്ട് ഏതെങ്കിലും പള്ളിയിൽ 5 കുട്ടികൾ അല്ലെങ്കിൽ 10 കുട്ടികൾ, 40 കുട്ടികൾ, 50 കുട്ടികൾ, 100 കുട്ടികളാ. 800 തരം കുഞ്ഞുങ്ങളല്ല, ചെറിയ കുട്ടികളല്ല. അടുത്ത കൊല്ലം തഹ്സീൽ വാങ്ങിപ്പോകുന്ന വലിയ പണ്ഡിതന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ട് വലിയ സേവനം അനുഷ്ഠിക്കുന്ന വലിയ സ്ഥാപനം മഹാനായ സിയംബലിയുടെ ബർക്കത്താണ്. അതിനും നിങ്ങൾ പലപ്പോഴും കേട്ടതാ. അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായി. മഹാന്മാരെ ജീവിതം ദീനാണ്, ജീവിതം ദീന്, മരണവും ദീന്. ആ മഹാന്മാരെ മക്കാമിൽ കിട്ടുന്ന സ്ഥാപനങ്ങൾ, മക്കാമിൽ കിട്ടുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ലോകത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. നാം അക്കാര്യം ചിന്തിക്കണം. ഈ ഒരൊറ്റ അസൂയ വെച്ചിട്ടാണ് മക്കാവ് പൊളിക്കണം, തകർക്കണം. അവിടെ നേർച്ച പാടില്ല, അവിടെ സംഭാവന പാടില്ല, അവിടെ കേസ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നത്. ആ മുജാഹിദിന്റെ വലയത്തിൽ പെട്ടുപോകാതെ സുന്നത്തുമായത്തിൽ അരിയുറച്ച് നിൽക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഇതൊന്ന് കേട്ടോക്കി. ചെറിയ ഉസ്താദിന്റെ ഉണ്ട്. ഉസ്താദും എ പി ഉസ്താദ് പറഞ്ഞ അതേ ആശയവരുണ്ട്. ഇവിടെ ഉസ്താദ് ഈ പള്ളി മുത്തബ്ബിറാത്തി അംറാന്നുള്ള ആയത്ത് ഓതിയിട്ടില്ലാന്നുള്ളൂ. എ പി ഉസ്താദ് പറഞ്ഞ അതേ കാര്യം. മഹാന്മാരുടെ മതവും സഹായം കൊണ്ടാണ് ഇത്രയും സ്ഥാപനങ്ങളും കാര്യങ്ങളും ദീനി രംഗത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാനായ സിയംബലില്ലാഹി അതേ സംഭവസ്ഥ അവിടെയും പറഞ്ഞിട്ടില്ലേ? ആയത്തോതി തെളിവോതണമല്ലോ. അപ്പം മഹാന്മാരുടെ സഹായം മതവും നിയന്ത്രണവും ഇന്നും ലോകത്ത് നടക്കേണ്ടതിന് ഒരു ഉദാഹരണം പറഞ്ഞപ്പോഴാണ് ആ ആയത്തോതിയത്. അങ്ങനെ പല സംഗതികളുണ്ട്, പല ഇടപെടലുകളും പല നിയന്ത്രണങ്ങളുണ്ട്. അവിടെയൊക്കെ പല മുത്തബ്ബിറാത്തി അമ്പറുണ്ട്. ഇവിടെ ആർക്കും തർക്കമില്ല. ഇല്ലാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. തർക്കമില്ല, ഇല്ലാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഇവിടെ മാത്രമേ ഉള്ളൂ. മറ്റൊരു ആയത്തിന്, ഈ ആയത്തിന് മറ്റേ അർത്ഥമൊന്നും ഇല്ലാന്ന് നബി പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അത് കൂട്ടി മാറ്റിയിട്ട് അവതരിപ്പിക്കുക, പച്ച കള്ളം പറഞ്ഞു കണ്ട്. എല്ലോട്ടും തന്നെ പരിപാടി എത്രയോ നമ്മൾ മുമ്പ് കാണിച്ചതാ. മനസ്സിലായില്ലേ? ഇതിലാരും പെട്ടുപോകണ്ട. തനിച്ച കപടന്മാരും നിഫാക്കുള്ള ആളുകളും കർദാബീങ്ങളും തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിമാട്ടലും കബളിപ്പിക്കലും അട്ടിമറിയും ഒക്കെ നടത്തുന്ന ടീമാണ് ഈ വട്ടൂരികളെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളി.